ഗൈസ് അങ്ങനെ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലി 1000 ആക്കിയ എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പെട്ടെന്നാണ് 1K ആയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം എത്രയോ പേര് ഒരുപാട് വർഷമായിട്ട് 1K എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അപ്പോൾ 8 മാസം കൊണ്ട് 1K ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം 2025 ഓഗസ്റ്റിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എഡിറ്റിങ്ങോ യൂട്യൂബ് എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. അപ്പോൾ 2025 ഓഗസ്റ്റ് ഒരു 25-ാം തീയതി ഒരു വൈകുന്നേരമാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു തമാശയ്ക്ക് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. അങ്ങനെ സീരിയസ് ആയിട്ട് വീഡിയോസ് ഡെയിലി ഇടാമെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. വെറുതെ ഒരു എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് നോക്കാമെന്ന് കരുതി വെറുതെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് എൻ്റെ അമ്മയുടെ ഫോണിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങുന്നത്. അങ്ങനെ അമ്മയുടെ ഫോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ അനിയത്തിയുടെ മോൻ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇട്ട് മിനിറ്റുകളല്ല സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അന്ന് 1000 വ്യൂസിന് പുറത്തായി. അപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചു, ഇതെന്താ സംഭവം, ഇട്ട് കുറച്ച് നേരമേ ആയിട്ടുള്ളൂ, അപ്പോഴത്തേക്കും 1000 എത്രയോ പേര് വീഡിയോ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ ആ ദിവസം തന്നെ ഞാൻ 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തു. ഞങ്ങളുടെ വീടും പരിസരമൊക്കെ കാണിക്കുന്നത്, അതെല്ലാം അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബിൽ നിൽക്കാം, കുറച്ച് പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇടാം, നോക്കാമല്ലോ എങ്ങനെയെന്ന്. പിന്നെ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽ ഇങ്ങനെ നോക്കും, എങ്ങനെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളും. അങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നോക്കി പഠിച്ചാണ് പിന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. പ്രോപ്പറായിട്ട് ഡെയിലി വീഡിയോസൊന്നും ഞാൻ ഇടത്തില്ലായിരുന്നു ആദ്യമൊന്നും. അങ്ങനെ പിന്നെ വീടും പരിസരമൊക്കെ കാണിച്ച് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അങ്ങ് അപ്ലോഡ് ചെയ്തു. പിന്നെ ഞാൻ നേരെ കണ്ടൻറ്റ് വീഡിയോയിലേക്ക് പോയി. പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് കണ്ടൻറ്റ് വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഒരു സമയം കണ്ടെത്തുക എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ സമയം കണ്ടെത്തി പ്രോപ്പറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ എനിക്ക് വ്യൂസ് കിട്ടാൻ തുടങ്ങി, സബ്സ്ക്രൈബർ കയറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ എനിക്ക് എന്ത് വീഡിയോസ് ഇടണം, ഏത് ടൈപ്പ് ഇടണം എന്നൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ഓരോരോ ഇങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ ചാനലുകൾ നോക്കിയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ പതിയെ എൻ്റെ യൂട്യൂബ് ചാനൽ വളരാൻ തുടങ്ങി. പിന്നെ 500 സബ് ആവുന്നത് വരെ എനിക്ക് ഭയങ്കര പാടായിരുന്നു സബ് കയറാനൊക്കെ. പതിയെ ആയിരുന്നു സബ്ബൊക്കെ കയറിക്കൊണ്ടിരുന്നത്. കാരണം എനിക്കറിയാം എഡിറ്റിങ് അങ്ങനെയൊന്നും ശരിയാവുന്നില്ല, പഠിച്ച് വരുന്നതല്ലേ ഉള്ളായിരുന്നു. പിന്നെ 500 സബ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 500 ആവുന്ന തൊട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിടും. ഇങ്ങനെ ഫോണിലെ നോട്ടിൽ 500 സബ്ബായി എന്ന് പറഞ്ഞ് ഡേറ്റും ടൈമും സഹിതം ഞാൻ എഴുതിയിടുമായിരുന്നു. പിന്നെ 600, 700 ഒക്കെ ആകുമ്പോഴൊക്കെ ഞാൻ എഴുതിയിടുമായിരുന്നു. അങ്ങനെ പതിയെ പിന്നെ ഞാൻ ഡയലോഗിലേക്ക് തിരിഞ്ഞു. ഡയലോഗ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒറ്റയ്ക്ക് കണ്ടൻറ്റ് വീഡിയോ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഡയലോഗ് വീഡിയോസിലേക്ക് മാറുമായിരുന്നു. അങ്ങനെ പതിയെ ചാനൽ വളരാൻ തുടങ്ങി. ബാക്കി നമുക്ക് പാർട്ട് 2-ൽ കാണാം കേട്ടോ. ഓക്കേ.